അസ്സലാമു വറഹ്മത്തുള്ള. നമ്മളിപ്പോൾ ഉള്ളത് ഒഡീഷയിലെ ജാജ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ ഒരു ഗ്രാമത്തിൽ ജുമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതോടുകൂടെ തന്നെ നമ്മുടെ തൊയ്ബ ഗാർഡൻ്റെ കട്ടക്കിലെ സ്കൂളായ ന്യൂ കട്ടക്ക് പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. जब बनाया അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. ഇതാണ് നമ്മൾ നിസ്കരിച്ച പള്ളി. ഇബ്രാഹിയുടെ നോട്ടീസ് കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടക്കിലെ തൊയ്ബ ഗാർഡൻ സ്കൂളിലെ നോട്ടീസ്. ശേഷം ഇവിടെ മധുരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ജുമയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ നോട്ടീസൊക്കെ കൊടുത്തു. വളരെ സന്തോഷമായി. അങ്ങനെ ഉണ്ടായിരുന്നു ഇബ്രാഹിം നമ്മളെ ഒഡീഷയിലെ ജുമയും നമ്മളെ ഈദൊക്കെ? ഒഡീഷയിലെ രണ്ടാമത്തെ ജുമയാണ് അല്ലേ? ഒഡീഷയിലെ 2 ജുമയും 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു. അതാണ് ആദ്യത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ കുറച്ചുകൂടി ടൗണായിട്ടുള്ള ഏരിയകളാണ്. അത്യാവശ്യം ജീവിത നിലവാരമുള്ള ആളുകളാണ്. ബംഗാളത്തെ പോലെയല്ല. 2 വർഷം ബംഗാളിൽ നിന്നപ്പോൾ പല സ്ഥലങ്ങൾ പോയപ്പോഴൊക്കെ പിന്നെ വളരെ ദാരിദ്ര്യം പിടിച്ച ഏരിയകളായിരുന്നു. ഇവിടെ ഒക്കെ നല്ല ടൗൺഷിപ്പുള്ള ഏരിയകളാണ്. നല്ല വികസനമുണ്ട്. ഇവിടുത്തെ നവീൻ പട്നായിക്ക് ഇപ്പോൾ 25 വർഷം ഇത്ര ആയി ഇവിടെ മുഖ്യമന്ത്രിയായിട്ട്. പക്ഷേ ഇത്ര കാലം അതും അയാൾ തന്നെ ഭരിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഭരണ സംവിധാനം അത്രയും മികച്ചതാണ്. അഴിമതി വളരെ കുറവാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങളെ നമ്മളെ ഒഡീഷയിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒഡീഷ നമ്മൾ നിലവിലുള്ള കട്ടക്കിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ ജഗത്പൂരിലാണ് കൂടിയത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 38-40 കിലോമീറ്ററോളം ഉണ്ട്. ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണ്. എന്നാൽ ടൗണിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കൊൽക്കത്ത ഹൈവേയിലായിരുന്നു അതിൻ്റെ ഇന്ന് നമ്മൾ പോയ പള്ളി ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഉഷാറാണ്. ഇപ്പോൾ കട്ടക്കും ഈ ജഗത്പൂർ ഇതൊക്കെ ടൗൺ ഏരിയകളിൽ പെടുന്നതാണ്. എന്നാൽ തന്നെ ജഗത്പൂർ പോകുന്ന വഴിക്ക് ഒരുപാട് പാടശേഖരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹൈവേൻ്റെ ഇരു വശങ്ങളിലായിട്ട് 390 സംതിങ് കിലോമീറ്റർ, 400-ൻ്റെ അടുത്ത കിലോമീറ്റർ വരുന്നുണ്ട് ഇവിടുന്ന് കൊൽക്കത്തയിലേക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവിടെ ഒരു കൽക്കരിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ. അതെ, നമ്മൾ ജഗത്പൂർ പോകുന്ന വഴിക്ക് ട്രെയിനിൻ്റെ കൽക്കരി അവിടുന്ന് ലോറികളിൽ കൊണ്ടുപോകുന്നതും അതുപോലെ ട്രെയിന് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ. അതിൻ്റെ സ്പെഷ്യൽ ഒരു വഴിയുണ്ട് അവിടെ ജഗത്പൂരിനെ ക്രോസ് ആയിട്ടുള്ള. അത് നമ്മൾ പോയ പള്ളിയുടെ നേരെ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ പള്ളിൻ്റെ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടാവും, നേരത്തെ കണ്ടിട്ടുണ്ടാവും. തൊട്ട് ബാക്കിൽ തന്നെ ആയിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഉഷാറാണ്. ബംഗാളിനെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളെ വിട്ട് ബംഗാളിൽ നമ്മൾ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉള്ള ഏരിയകളിലല്ല, നമ്മൾ ടൗണിലാവുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഇവിടെ പാടം ഇതൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒഡീഷയിലെ മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.